മാസപ്പടി കേസിൽ ഒരു നേരിയ വഴിത്തിരിവ് ഹൈക്കോടതി വിധിയോട് ഉണ്ടായിരിക്കുകയാണ്. അതായത് SFIO കൊടുത്തിരിക്കുന്ന പരാതി അനുസരിച്ച് എറണാകുളത്തെ വിചാരണ കോടതി മേൽ നടപടികൾ സ്വീകരിക്കുന്നത് 2 മാസത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് നിലവിലിരിക്കുന്ന സ്ഥിതി തുടരണം എന്നാണ് പറയുന്നത്. നിലവിലിരിക്കുന്ന സ്ഥിതി എന്ന് പറയുമ്പോൾ SFIO കൊടുത്തിരിക്കുന്ന പരാതി അതേപടി നിലനിൽക്കുകയാണ്. ആ പരാതി ഇതിനായി പ്രത്യേകം അന്വേഷിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതായ കോടതിയുടെ മുൻപിൽ പരിഗണനയ്ക്ക് ഇരിക്കുമ്പോഴാണ് അതിനെതിരായി CMRL കൊടുത്തതായിട്ടുള്ള ഹൈക്കോടതിയിലെ കേസിന്റെ വിധി ഉണ്ടായിരിക്കുന്നത്. പരാതിയെ സംബന്ധിച്ച് യാതൊരു പരാമർശവും ഹൈക്കോടതി വിധിയിലില്ല. പരാതിയുടെ അവസ്ഥ അതേ മട്ടിൽ തന്നെ നിൽക്കുകയാണ്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും അതേപടി നിലനിൽക്കുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ഇനിയും ഈ വിചാരണ കോടതിക്ക് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പ്രതികളുടെ മേൽ തുടരന്വേഷണം താൽക്കാലികമായി നടത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വിചാരണ കോടതി ഈ കേസിൽ ഉൾപ്പെട്ട ശ്രീ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീമതി വീണ വിജയൻ ഉൾപ്പെടെയുള്ള 13 പേരായിട്ടുള്ള പ്രതികളുടെ മേൽ നോട്ടീസ് അയച്ച് അവരെ വിചാരണ നടത്തുന്നതിനായിട്ടുള്ള ക്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു വിധി എന്ന രീതിയിൽ അതിനപ്പുറം ഒരു പ്രാധാന്യം ഇതിനുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആരോപണങ്ങൾ വസ്തുതാപരമായി പ്രഥമ ദൃഷ്ട്യാ ശരിയാണ് എന്ന് കണ്ടതിന്റെ പേരിലാണ് SFIO കൊടുത്തതായിട്ടുള്ള പരാതി വിചാരണ കോടതി സ്വീകരിക്കുകയും അതിന്മേൽ മേൽ നടപടികൾ എടുക്കുന്നതിനായിട്ടുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തത്. ഏതാണ്ട് 2-3 ദിവസങ്ങൾക്കകം തന്നെ ഈ 13 പ്രതികൾക്കും ശ്രീമതി വീണ വിജയൻ ഉൾപ്പെടെയുള്ള 13 പ്രതികൾക്കും നോട്ടീസ് അയച്ച് അവരെ കോടതി മുൻപാകെ വിചാരണ ചെയ്യുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുമ്പോഴാണ് CMRL ഇതിനെതിരായി കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 മാസത്തേക്ക് ഇത് മരവിപ്പിച്ചിരിക്കുന്നത്. ഇത് കേസിനുള്ള ഒരു തിരിച്ചടിയാണ് എന്നൊക്കെ ചില മാധ്യമങ്ങളും ചില തൽപര കക്ഷികളും ഒക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും കേസിന്റെ മെറിറ്റിലേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോയിട്ടില്ല. നേരത്തെ കൊടുത്തതായിട്ടുള്ള ആരോപണം SFIO കൊടുത്തതായിട്ടുള്ള ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം അതേപടി നിൽക്കുകയാണ്. മാത്രവുമല്ല, ആ കുറ്റപത്രത്തിന്റെ കോപ്പി കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈക്കലാക്കിയിരിക്കുകയാണ്. അപ്പോൾ 2 തരത്തിലുള്ള കേന്ദ്ര അന്വേഷണമാണ് ഈ CMRLന്റെ പേരിൽ ശ്രീമതി വീണ വിജയന്റെ പേരിലൊക്കെ നടക്കാൻ പോകുന്നത്. ഒന്ന്, ഈ SFIO കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം. 2, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ നിന്ന് കണ്ടെത്തിയതായിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന ആരോപണമാണ്. ഇതിനകത്തെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്, കോടികളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് SFIOയുടെ കണ്ടെത്തലിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ED രംഗത്ത് വരുന്നത്. SFIO തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കുറ്റപത്രത്തിന്മേൽ മേൽ നടപടികൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊരു താൽക്കാലികമായിട്ടുള്ള ശമനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മിക്കവാറും 2 മാസം കഴിയുമ്പോൾ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ SFIOയോ ഇന്നലെ പുറപ്പെടുവിച്ച ഹൈക്കോടതി വിധിക്ക് എതിരായി മേൽ നടപടികൾ മേൽക്കോടതികൾ പോകുമോ എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. അവർക്ക് സ്വാഭാവികമായി മേൽക്കോടതികളിലോ മേൽ ബെഞ്ചുകളിലോ പോകാനുള്ള നിയമപരമായ സാധുത ഉണ്ടായി എന്ന് വരാം. അത് വരും ദിവസങ്ങളിൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മേൽക്കോടതികളെ സമീപിക്കാൻ കഴിയുമെന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിന്റെ ഗതി മാറിയെന്ന് വന്നേക്കാം. അല്ലെങ്കിൽ തന്നെ ഈ 2 മാസം സാങ്കേതികമായി മരവിച്ചാൽ പോലും
2 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് തുടരന്വേഷണത്തിലേക്ക് പോകും. ഇതിന് ഒരു അന്ത്യം ഉണ്ടായെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി CMRL-നും ഗവൺമെന്റിനും നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാണ് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അവർ ഈ കാലയളവിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ അവരുടേതായിട്ടുള്ള വിശദീകരണം കോടതി നൽകും. അതിനുശേഷം 2 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിച്ചിട്ട് തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്ന് നിശ്ചയിക്കും. അപ്പോഴും കേസ് അതേപടി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കേസ് അവസാനിച്ചു എന്നോ അല്ലെങ്കിൽ കേസില് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തിരിച്ചടി ഉണ്ടായി എന്നോ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള അതായത് എക്സാലോജിക് കമ്പനിയും CMRL-ലുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിലെ ക്രമക്കേടുകൾ, ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം പറ്റിയതിൻ്റെതായിട്ടുള്ള ക്രമക്കേടുകൾ, അതുപോലെ തന്നെ ഈ ശശിധരൻ കർത്ത നടത്തിയതായിട്ടുള്ള സാമ്പത്തിക തിരിമറികൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇത്തരം കാര്യങ്ങളെല്ലാം അതേപടി ആ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. അതിന്മേൽ അന്വേഷണം നടത്താനുള്ള അധികാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും SFIOയ്ക്ക് ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വാഭാവികമായി ഒന്നുകിൽ ഈ 2 മാസത്തിനുള്ളിലോ 2 മാസം കഴിഞ്ഞോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ആരോപിക്കപ്പെട്ടിരിക്കുന്നതായ കുറ്റങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാനായി സാധിക്കും. എങ്ങനെയായാലും മുൻപൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു നീണ്ട നിയമയുദ്ധത്തിന് വഴിതെളിക്കുന്ന ഒരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും നല്ല സ്വാധീനം ചെലുത്താൻ പ്രാപ്തിയുള്ളവരാണ്. കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ വ്യവസായം നടത്തുന്ന ഈ ശശിധരൻ കർത്തായുടെ കമ്പനി ഏത് മാർഗത്തിലൂടെയും അവരുടെ പേരിലുള്ള അന്വേഷണം തടയുന്നതിനായി അവർ ശ്രമിക്കും. അതിനായി സുപ്രീം കോടതി വരെ പോലും അവർ നിയമയുദ്ധത്തിന് തയ്യാറാവും. കാരണം ശതകോടികളുടെ ആസ്തിയാണ് ഈ കമ്പനികൾക്ക് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ശ്രീമതി വീണ വിജയനും അങ്ങേയറ്റം വരെ ഈ കേസിനെതിരായി പൊരുതും എന്ന് തന്നെയാണ് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള വിചാരണ കോടതി ഒരുപക്ഷെ ഈ 2 മാസത്തിനകത്തോ 2 മാസം കഴിഞ്ഞോ വിചാരണ തുടങ്ങുകയും അവരുടേതായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ പോലും കേസ് അവിടെ അവസാനിക്കുകയില്ല, അവസാനിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നത് ഈ പ്രതിപട്ടികയിൽ ഉള്ളതായിട്ടുള്ള 13 പേരും കൂട്ടായി ആലോചിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോലും ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകർക്ക് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകി ഈ കേസിൽ ഇടപെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ ഒക്കുകയില്ല. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ അവിഹിതമായി ഈ ശശിധരൻ കർത്ത അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അതുപോലെ തന്നെ അവരിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും പ്രത്യേക പരിഗണനയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് എന്നത് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവിഹിതമായി കരിമണൽ ഖനനം ചെയ്യുക, അത് ധാതു മണൽ വ്യവസായത്തിൽ നടത്താവുന്ന എല്ലാ തിരിമറികളും നടത്തുക, കടലാസ് കമ്പനികൾ ഉണ്ടാക്കുക, കമ്പനികളുമായി വ്യാജ ഇടപാടുകൾ നടത്തി സേവനം ലഭിച്ചു എന്ന് വരുത്തുക, അതുപോലെ തന്നെ ആദായ നികുതിയിൽ വെട്ടിപ്പ് നടത്തുക, ഇങ്ങനെ നിരവധി ആരോപണങ്ങളുണ്ട്. നമുക്കറിയാം ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് പോലും ആദായ നികുതി ശശിധരൻ കർത്തായുടെ കമ്പനി CMRL വെട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ അവർ ചില പെനാൽറ്റിയും ശിക്ഷയും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നികുതിയിൽ വെട്ടിപ്പ് നടത്തിയെന്നുള്ള ആരോപണമുണ്ട്. അതുപോലെ തന്നെ ചില കടലാസ് കമ്പനികൾ സൃഷ്ടിച്ചു എന്ന ആരോപണമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മുൻപിൽ പല ആരോപണങ്ങളുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് SFIO രംഗത്ത് വന്നത്. SFIO വ്യക്തമായിട്ടുള്ള ഒരു ആരോപണ പത്രിക തന്നെ, ചാർജ് ഷീറ്റ് തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന മറ്റൊരു കേന്ദ്ര ഏജൻസിയും രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ആകെ സങ്കീർണമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണങ്ങൾ രംഗത്തുള്ളതായ ഒരു കേസാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് 2 മാസത്തേക്ക് വേണമെങ്കിൽ സാങ്കേതികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ ഈ മരവിപ്പ് മാറ്റിയെടുക്കുവാനായി ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കുമ്പോൾ
ഒരുപക്ഷെ കേസിന്റെ ഗതി മാറിയെന്ന് വരാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും SFIOയും ഇതിനെതിരായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീങ്ങുകയാണെങ്കിൽ ഈ 2 മാസം എന്നുള്ള മരവിപ്പ് തന്നെ ഒരുപക്ഷെ മാറ്റപ്പെട്ടേക്കാം. അതല്ല, മാറ്റപ്പെടുന്നില്ലെങ്കിൽ തന്നെ 2 മാസം കഴിയുമ്പോൾ ഈ കേസ് സാധാരണഗതിയിൽ പുരോഗമിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഈ കേസിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ പ്രത്യക്ഷമായി ഇടപെട്ട ഒരു കേസാണ്. അതിനകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ചും പരോക്ഷമായ പരാമർശങ്ങളുണ്ട്. അതായത് CMRLന്റെ ഉടമയായിട്ടുള്ള ഈ ശശിധരൻ കർത്ത പല രാഷ്ട്രീയ നേതാക്കന്മാരെയും പ്രീണിപ്പെടുത്താനായി സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസിന് രാഷ്ട്രീയമായ പ്രാധാന്യവും ഉണ്ട് എന്ന ഒരു വസ്തുത നാം കാണേണ്ടതായിട്ടിരിക്കുന്നു. അല്ലാതെ തന്നെ നിയമപരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് കണ്ടെത്തിയതായ ചട്ടലംഘനങ്ങൾ, ഇൻകം ടാക്സ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതായിട്ടുള്ള ചട്ടലംഘനങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടതായിട്ടുള്ള ചട്ടലംഘനങ്ങൾ, ക്രമക്കേടുകൾ, ഇതുപോലെ സാമ്പത്തിക തിരിമുറികൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, അങ്ങനെ പല വിധത്തിൽ സങ്കീർണമായിരിക്കുന്ന ഒരു കേസെന്ന നിലയിൽ ഇത് മുന്നോട്ട് പോകും. മാത്രവുമല്ല, ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള KSIDC ഉള്ളതുകൊണ്ട് സർക്കാരും ഇതിന്റെ പ്രതിപട്ടികയിൽ വരും എന്ന കാര്യത്തിലും സംശയമില്ല. സർക്കാരിനും അത് ന്യായീകരിക്കേണ്ടതായി വരും. ഏതായാലും ആവർത്തിച്ചു പറഞ്ഞതുപോലെ നീണ്ട ഒരു നിയമയുദ്ധത്തിലേക്ക് പോകുന്നതിനുള്ള എല്ലാ കരുക്കളുമുള്ള ഒരു കേസായി നിൽക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച താൽക്കാലിക മരവിപ്പ് ഒരു സാങ്കേതികമായ നിയമപരമായ നടപടി മാത്രമാണ്. കേസ് അതേപടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത.